ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമുക്കൊരു അടിപൊളി ബനാന പുഡിംഗ് തയ്യാറാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് 2 റോബസ്റ്റ പഴമാണ്. ആദ്യം നമുക്ക് പഞ്ചസാര ഒന്ന് അലിയിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 4 ടേബിൾ സ്പൂൺ പഞ്ചസാരയും 2 ടേബിൾ സ്പൂൺ വെള്ളമാണ് ഒഴിച്ചത്. ഇത് നല്ലതുപോലെ ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ പഞ്ചസാര നന്നായിട്ട് അലിഞ്ഞ് വന്നതിന് ശേഷം നമുക്കിതൊരു ബൗളിലോട്ട് മാറ്റണം. അപ്പോൾ ഞാനിതൊരു ബൗളിലേക്ക് മാറ്റിയാണ്. കുറച്ച് ഹാർഡായി പോയി, എന്നാലും കുഴപ്പമില്ല. അടുത്ത് നമുക്ക് 2 പഴവും ഈ 2 മുട്ടയും കൂടി നമുക്കൊരു മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കണം. അപ്പോൾ ആദ്യം ഞാൻ ഈ പഴവും മുട്ടയും കൂടി ഒന്ന് സ്മാഷ് ചെയ്തെടുക്കുകയാണ്. ഇനി ഇത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം. 1 കപ്പ് പാലൊഴിച്ച് കൊടുക്കുക. വാനില എസൻസ് ഉണ്ടെങ്കിൽ അതും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. കുറച്ച് എൻ്റെ അടുത്ത് ഇല്ല, അതുകൊണ്ടാണ് ഞാൻ ഒരു ഏലക്ക ഇടുന്നത്. പിന്നെ 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്തത്. നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ട് ഞാൻ ഇതുപോലെ ഒരു അരിപ്പയിൽ അരിച്ച് മാറ്റി വയ്ക്കുകയാണ്. ഇനി ഇത് നമുക്കൊന്ന് ചൂടാക്കണം. അപ്പോൾ ഇതുപോലെ ഒരു പാത്രത്തിൽ വെച്ചിട്ട് നമുക്ക് ആവി കയറ്റിയെടുക്കാം. എറൗണ്ട് ഒരു 30 മിനിറ്റ്സ് എങ്കിലും നമ്മൾ വെക്കണം. അത് വെന്തോ ഇല്ലയെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമുക്കിതുപോലെ ഒരു ടൂത്ത് പിക്ക് വെച്ചിട്ട് ഒന്ന് കുത്തി നോക്കാം. അപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു 2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുക്കണം. അപ്പോൾ 2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം എടുത്തതാണിത്. അപ്പോൾ നമ്മുടെ ബനാന പുഡിംഗ് റെഡിയായി വന്നിട്ടുണ്ട് ഗായ്സ്. കണ്ടോ, ഇപ്രാവശ്യം കുഴപ്പമില്ലാതെയൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്, ഒരു പുഡിങ്ങാണ്. വളരെ എളുപ്പവും കൂടിയാണ്. കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം മതി. ഇനി ഇത് നമുക്ക് കട്ട് ചെയ്ത് സെർവ് ചെയ്യാം. എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ് മൈ ചാനൽ. നിങ്ങളുടെ സപ്പോർട്ടാണ് എനിക്ക് പ്രചോദനം തരുന്നത്. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ടാറ്റാ. താങ്ക് യു ഫോർ വാച്ചിങ്.